മുതലപ്പുഴയിൽ ഇന്നലെയും കായലിൽ വീണ് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിരുന്നു. ആ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി എന്ന വാർത്തയാണ് രാവിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. ഇന്നലെ വൈകിട്ട് കാണാതായ 5 തെങ്ങ് സ്വദേശി പ്രവീൺ എന്ന് വിളിക്കുന്ന തോമസിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരമാണ് അപകടമുണ്ടായത്. സാന്ത്വന സജു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാന്ത്വന, ഗുഡ് മോർണിംഗ്. സാന്ത്വന, വീണ്ടും മുതലപ്പുഴയിൽ മരണകഥകൾ തുടരുകയാണ്. ഷിജിന്റെ മൃതദേഹം ഇനിയും കണ്ടെത്തിയിട്ടില്ല. വിഴിഞ്ഞത്ത് ജോണിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടില്ല. നീണ്ടകരയിൽ ഗൗതമിന്റെയും കണ്ടെത്തിയിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ടില്ല. ഇവരെ ആരും തിരിഞ്ഞു പോകുന്നതിന്റെ കൂടുതൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്നലെയും ഒരു ജീവൻ പൊലിഞ്ഞു പോയത്. ഒരു മൃതദേഹം കിട്ടിയിരിക്കുന്നു. ഇന്നലെ കടലിൽ വീണ പ്രവീണിന്റെ മൃതദേഹമാണോ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് അരുൺ. ഇന്നലെയാണ് മുതലപ്പുഴയിൽ വീണ്ടും ഒരു അപകടമുണ്ടാകുന്നത്. ഷിജിനു വേണ്ടിയുള്ള തിരച്ചിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇന്നലെ വൈകുന്നേരം ഒരു 5:30യോടുകൂടിയാണ് മറ്റൊരു അപകടം കൂടി ഉണ്ടായത്. 37 വയസ്സുകാരനായ തോമസ്, അദ്ദേഹത്തെ പ്രവീൺ എന്നാണ് വിളിക്കുന്നത്, പ്രവീണിനാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചത്. അദ്ദേഹം മത്സ്യബന്ധനം കഴിഞ്ഞ്, അദ്ദേഹം മാത്രമായിരുന്നില്ല, ഏതാണ്ട് 5ഓളം പേര് ആ വള്ളത്തിലുണ്ടായിരുന്നു. അവർ മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വന്ന് മീനൊക്കെ ഇറക്കിയ ശേഷം തിരിച്ച് ഈ വള്ളം കൊണ്ടുപോയി ഇടാൻ പോകുന്ന സമയത്ത് ദാ കാണുന്നതാണ് താഴമ്പള്ളി ഭാഗത്തെ ലേലപ്പുര. അതിനടുത്ത് വെച്ച ഇത് കായൽ ഭാഗമാണ്. തൊട്ട് എതിർവശത്ത് നമ്മൾ പിന്നെ ഈ ഒരു പാലത്തിന് മുകളിലാണ് നിൽക്കുന്നത്. അതിന്റെ ഒരു സൈഡിൽ കായലും തൊട്ടടുത്ത സൈഡിൽ നമുക്ക് കാണാം കടലുമാണുള്ളത്. ഈ കായലിന്റെ ഭാഗത്ത് വെച്ചിട്ടാണ് അരുൺ ഈ അപകടം ഉണ്ടാകുന്നത്. അദ്ദേഹം വള്ളത്തിന്റെ സൈഡിൽ ഇരിക്കുകയായിരുന്നു, ഈ മോട്ടറിന്റെ സൈഡിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് താഴേക്ക് ഈ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. അദ്ദേഹത്തിനൊപ്പമുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് അപസ്മാരം പോലെ എന്തോ ഒരു അസുഖം വന്നതാണ് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അവരും വ്യക്തമാക്കിയത്. ഉടൻ തന്നെ കോസ്റ്റൽ പോലീസിനെ വിവരം അറിയിച്ചു. അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസും പിന്നെ ഫയർഫോഴ്സും ഒക്കെ തന്നെയും എത്തി വ്യാപകമായൊരു തിരച്ചിൽ ആ സമയത്ത് തന്നെ നടത്തിയിരുന്നു. 5:30 മണി കഴിഞ്ഞതോടുകൂടിയാണ് തിരച്ചിലൊക്കെ തന്നെയും ആരംഭിച്ചത്. കാരണം ഒരു 5:30 ആയപ്പോഴാണ് അപകടം ഉണ്ടായത്. രാത്രി വൈകിയും ആ തിരച്ചിലൊക്കെ തന്നെ നടത്തി. അത് മാത്രവുമല്ല, ഇവിടെ ഒരു നെറ്റ് സ്ഥാപിച്ചിരുന്നു അരുൺ. കാരണം ഒരു വല ഇട്ടിരുന്നു. കാരണം മൃതദേഹമോ അല്ലെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് ഒഴുകി പോകാതിരിക്കാൻ ഒരു മുൻകരുതൽ എന്ന രീതിയിലായിരുന്നു. കാരണം അങ്ങോട്ടേക്കാണ് ഒഴുക്കുള്ളത്, കടൽ ആ ഭാഗത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടേക്ക് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒരു വല ഇട്ടിരുന്നത്. ഇന്ന് രാവിലെ മത്സ്യബന്ധനത്തിന് പോകാൻ വന്ന മത്സ്യത്തൊഴിലാളികളാണ് ഇത്തരത്തിൽ ആ വലയിൽ കുടുങ്ങിയ നിലയിൽ പ്രവീണിന്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. ഉടൻ തന്നെ അവർ കോസ്റ്റൽ പോലീസിനെയും മറ്റും വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് കോസ്റ്റൽ പോലീസിന്റെ അധികൃതരും മറ്റും എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. അതിനുശേഷം ഇപ്പോൾ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും മുതലപ്പുഴയിൽ അങ്ങനെ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മറുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഷിജിനു വേണ്ടിയുള്ള തിരച്ചിലും നമുക്ക് കാണാം. അരുൺ, രാവിലെ 6 മണി മുതൽക്ക് തന്നെ ഷിജിനായിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് INS കൽപ്പേനിയാണ്. നേവിയുടെ കപ്പലാണ് INS കൽപ്പേനി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസിന്റെയും കോസ്റ്റ് ഗാർഡിന്റെയും ഒക്കെ നേതൃത്വത്തിലും തിരച്ചിൽ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ മുതലപ്പുഴി, താങ്ക് യു സാന്ത്വന, മുതലപ്പുഴി ഒരു മരണപ്പുഴിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എത്ര മരണങ്ങളാണ്. ഷിജിനെ ഇനിയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആ കുടുംബം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അങ്ങോട്ട് തെക്കോട്ട് പോയാൽ വീണ്ടും വിഴിഞ്ഞത്ത് ജോണിനെയും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ജോണിന് വേണ്ടിയുള്ള തെരച്ചിൽ രാമേശ്വരം ഭാഗത്ത്, ചെന്നൈ ഭാഗത്ത് നടത്താനുള്ള അനുമതിയും ഇപ്പോൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധം കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇന്നലെ മന്ത്രിമാരെല്ലാവരും, പ്രത്യേകിച്ച് ഫിഷറീസ് മന്ത്രി അടക്കം, ഇന്നലെ ഇവരുടെ വീടുകൾ സന്ദർശിച്ചു. ഗൗതമിന്റെ വീട് മുഖ്യമന്ത്രി അടക്കം സന്ദർശിച്ചു. പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് പലതിനും ഉത്തരം നൽകാൻ സർക്കാർ ഇപ്പോഴും കണ്ടെത്തുന്നില്ല. ഇപ്പോഴും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയാൽ ജീവനോടെ തിരിച്ചു വരുമെന്ന് എന്തുറപ്പാണ് ഈ സർക്കാരിന് കൊടുക്കാനുള്ളത്? കൈമലർത്തുകയാണ്. ഈ സർക്കാരാണെങ്കിലും ശരി, പോയ സർക്കാരാണെങ്കിലും ശരി, ഒരു കമ്മ്യൂണിക്കേഷൻ പോലും സാധ്യമാവുന്നില്ല. ഇന്നലെ നമ്മൾ ഈ വാർത്തകൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വീണ്ടും ഒരു മരണം കൂടി മുതലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നത്. പ്രവീൺ എന്ന് വിളിക്കുന്ന തോമസിന്റെ മൃതദേഹമാണ് മുതലപ്പുഴയിൽ നിന്നും കണ്ടെത്തിയത്. ജോണിനെ കണ്ടെത്തിയിട്ടില്ല. ഒപ്പം തന്നെ നമ്മുടെ ഷിജിനെ കണ്ടെത്തിയിട്ടില്ല. ഗൗതം കൃഷ്ണയെ കണ്ടെത്തിയിട്ടില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സാന്ത്വന സജുവാണ് വിവരങ്ങൾ നൽകിയത്.